ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിൽ ഇന്ന് നാം ധ്യാനിക്കുന്നത് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 22-23 വാക്യം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ടവർക്ക് ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ജൂയിഷ് ട്രഡീഷനിൽ യേശു ക്രിസ്തു തന്നെ മശിഹ എന്നതിൻ്റെ അടയാളം അവർ ചോദിക്കുന്നു. ഗ്രീക്ക് ട്രഡീഷനിൽ ഐഡിയോളജി, നോളജ് പ്രധാനമായവർ അപ്രകാരം ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത് രണ്ടുമല്ല ക്രിസ്തുവിലേക്കുള്ള വഴിയെന്ന്, ക്രിസ്തുവിലേക്കുള്ള പാതയെന്ന്, ക്രിസ്തുവിലേക്കുള്ള ചൂണ്ടുപലകയെന്ന്, ക്രിസ്തുവിലേക്കുള്ള ഒരുക്ക വഴിയെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിലേക്കുള്ള വഴി, ക്രിസ്തുവിലേക്കുള്ള അറിവ്, ക്രിസ്തുവിലേക്കുള്ള പാത ക്രൂശാണ്. ക്രൂശിങ്കിലേക്ക് നോക്കുമ്പോഴാണ് യേശുക്രിസ്തു ആരെന്ന് തിരിച്ചറിയുന്നു. ആ ക്രൂശിലൂടെ ക്രിസ്തുവിലേക്കും ക്രിസ്തുവിലൂടെ ത്രിത്വ ദൈവത്തിലേക്കും ഉള്ള പാത, അതാണ് നിത്യതയുടെ വഴി. ആ വഴി ഏവർക്കും തുറന്നിട്ടിരിക്കുന്നു. ജാതികൾ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ ഉദ്ദേശിച്ചല്ല. ദൈവഹിതത്തിനെ അനുസരിക്കാത്തവർ എല്ലാവരും എന്നർത്ഥത്തിൽ തന്നെയാണ്. ദൈവഹിതം തിരിച്ചറിയാതെ ജീവിക്കുന്ന ഏവരും എന്നർത്ഥത്തിലാണ് ജാതികൾ എന്ന പ്രയോഗം. യഹൂദന്മാർക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടും, ദൈവഹിതം തിരിച്ചറിയാത്തവർ എന്നർത്ഥത്തിലുള്ള ജാതികൾക്ക് ഇത് ഭോഷത്വവും, യവനന്മാർക്ക് ഇത് ജ്ഞാനത്തിന് കുറവും എന്നൊക്കെ തോന്നുമെങ്കിലും യേശു ക്രിസ്തു തന്നെ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാകും. അതുകൊണ്ട് ക്രൂശ് മനുഷ്യരെ സംബന്ധിച്ചൊരു ഭോഷത്വമാണെങ്കിലും ദൈവത്തിനത് വിലയേറിയതാണ്. ക്രൂശ് മനുഷ്യരെ സംബന്ധിച്ച് ജ്ഞാന മാർഗമായി തോന്നാതിരിക്കാമെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് അത് ശക്തിയാണ്. അതുകൊണ്ട് ക്രൂശിങ്കിലേക്ക് നോക്കുമ്പോൾ ലോകത്തിലെ രീതികളിൽ നിന്ന് മാറി ദൈവമൊരുക്കുന്ന വഴി, ദൈവമൊരുക്കുന്ന പാത, ദൈവമൊരുക്കുന്ന പ്രത്യേക ശൈലി, അതാണ് കാണുന്നത്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനാം ദൈവത്തിൻ്റെയും പരിശുദ്ധരൂഹായാം ദൈവത്തിൻ്റെയും സ്നേഹം, വീണ്ടെടുപ്പ്, സൃഷ്ടിയോടും സകല മനുഷ്യരോടുമുള്ള ആർദ്രത ഏറ്റവും വെളിവാകുന്ന ക്രൂശ് തന്നെയാണ് നിത്യതയിലേക്കുള്ള വഴി. ആമേൻ.